നമ്മൾ ചിലപ്പോഴൊക്കെ വാർത്തകളിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. വളരെ കാലം ഉറക്കത്തിലാവുകയും പിന്നീട് ഉഗ്രസ്ഫോടനത്തിലൂടെ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയുമെല്ലാം ചെയ്ത പല അഗ്നിപർവ്വതങ്ങളെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഭൂമിയിലെ കാലാവസ്ഥയിൽ വലിയ മാറ്റം വരുത്താനും പല ജീവജാലങ്ങളുടെ പൂർണ്ണമായ തിരോധാനത്തിനും ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ കാരണമായിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലത്തും ഒരേ അഗ്നിപർവ്വതങ്ങൾ തന്നെയാണോ വീണ്ടും വീണ്ടും പൊട്ടിത്തെറിക്കുന്നത്? അതോ പുതിയ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? വെൽക്കം ടു മോഷൻ ബുക്സ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഭൂമി പല പാളികളായാണുള്ളത്. ഭൗമോപരിതലത്തിന് ഉള്ളിലായി എല്ലായിടത്തും തന്നെ മാഗ്മ ഉണ്ടെന്നും പറയാം. ഈ മാഗ്മ തന്നെയാണ് അഗ്നിപർവ്വതങ്ങൾക്ക് കാരണമാകുന്നത്. ഭൗമോപരിതലത്തിലെ വിള്ളലുകളിലൂടെ മാഗ്മ പുറത്തു വരുമ്പോഴാണ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം പൊതുവെ ഒട്ടുമിക്ക ആളുകൾക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ രീതിയിലാണെങ്കിൽ എവിടെ വേണമെങ്കിലും അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? പ്രധാനമായും 3 ഘടകങ്ങളാണ് വോൾക്കാനോയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ഭൂമിയുടെ പുറംതോടായ ക്രസ്റ്റ് മാഗ്മയിൽ കൊടുക്കുന്ന ഭാരമാണ്. ലിത്തോസ്റ്റാറ്റിക് പ്രഷർ എന്നാണ് ഇത് പറയുന്നത്. ഇതിനെതിരായി മാഗ്മ തിരിച്ചും ഒരു ബലം കൊടുക്കുന്നുണ്ട്. ഇതൊരു മാഗ്മാസ്റ്റാറ്റിക് പ്രഷർ എന്നും പറയും. ക്രസ്റ്റിനും മാഗ്മയ്ക്കും ഇടയിലുള്ള പാറയുടെ ബലമാണ് മൂന്നാമത്തെ ഘടകം. ഒരു മിക്ക ഇടങ്ങളിലും ഈ 3 ഘടകങ്ങളും തമ്മിൽ ഒരു ബാലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒന്നിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും ഉഗ്രസ്ഫോടനങ്ങൾക്ക് കാരണമായി എന്ന് വരാം. ഭൂമിയുടെ ക്രസ്റ്റിലുള്ള ഏതെങ്കിലും 2 പ്ലേറ്റുകൾ തമ്മിൽ അകലുമ്പോഴോ അടുക്കുമ്പോഴോ ചെറിയ വിള്ളലുകൾ ക്രസ്റ്റിൽ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിള്ളലുകളിലൂടെ മാഗ്മയും ഒപ്പം കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങളും ശക്തമായ പ്രഷറോടുകൂടി പുറത്തേക്ക് വരാറുണ്ട്. ഇതാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് പലയിടങ്ങളിലും കാരണമാകുന്ന പ്രധാന ഘടകം. ഭൗമോപരിതലത്തിലെത്തിയാൽ പിന്നെ മാഗ്മ ലാവ എന്നാണ് അറിയപ്പെടുന്നത്. പലപ്പോഴും ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണുന്നത് ടെക്ടോണിക് പ്ലേറ്റുകളുടെ ആക്ടിവിറ്റി കൂടുതലായുള്ളിടത്താണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മാഗ്മാസ്റ്റാറ്റിക് പ്രഷർ സാധാരണയിലും വർദ്ധിക്കാറുണ്ട്. ഭൂമിയുടെ ഉള്ളിലേക്ക് ചെല്ലും തോറും താപവും മർദ്ദവും വളരെയധികം കൂടിക്കൂടി വരും. അതിനാൽ പല വാതകങ്ങളും മാഗ്മയിൽ ലയിച്ചു ചേർന്ന അവസ്ഥയിലാണ്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യം കഴിഞ്ഞാൽ ജലവും അതുപോലെയുള്ള ചില തന്മാത്രകളും അപ്പോഴും ലയിക്കാതെ നിൽക്കും. സോഡാ കുപ്പിയിലെ കുമിളകൾ പോലെ സ്വതന്ത്രമായി നിൽക്കുകയും മുകളിലേക്ക് ഉയരുമ്പോൾ ഉയർന്ന ഊർജത്തോടെ പൊട്ടുകയും ചെയ്യും. മാത്രമല്ല, ഇത്തരത്തിലുള്ള വാതക കുമിളകളുടെ സാന്നിധ്യം മാഗ്മയുടെ സാന്ദ്രത കുറയ്ക്കുകയും പ്ലവക്ഷമ ബലം ഉയർത്തുകയും ചെയ്യുന്നതിനാൽ മാഗ്മ മുകളിലേക്ക് വരുന്നതിന് കാരണമാവുകയും ചെയ്യും. ചില സാഹചര്യങ്ങളിൽ ലിത്തോസ്റ്റാറ്റിക് പ്രഷർ വളരെ കുറയുകയും അതുമൂലം ക്രസ്റ്റിൽ വിള്ളലുകൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. വളരെ കാലങ്ങളായുള്ള മലയിടിച്ചിലും മണ്ണൊലിപ്പുമെല്ലാം മുകൾ പരപ്പിന്റെ ഭാരം കുറയ്ക്കും. ചിലപ്പോൾ വലിയ രീതിയിലുള്ള മഞ്ഞുകട്ടകൾ ഉരുകി ഇല്ലാതാകുന്നതും ഇതിനു കാരണമാകാം. ഇതുമൂലം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതിന് അൺലോഡിംഗ് എന്ന് പറയും. ഹൈഡ്രോതെർമൽ ഓൾട്രേഷൻ എന്ന പ്രതിഭാസം മൂലം പാറകളുടെ ബലം കുറഞ്ഞ് അവ ചിലപ്പോൾ ചെളി പോലെ ആകാറുണ്ട്. ഇതുമൂലവും പല സ്ഫോടനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ജലത്തിന്റെ സാന്നിധ്യമാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് പറയുന്നത്. ഇത് പാറകളുടെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കുന്നതടക്കം പല ഫിസിക്കൽ ചേഞ്ചസിനും കാരണമാകാറുണ്ട്. പാറകൾക്ക് നടുവിൽ ജലതന്മാത്രകൾ പെട്ടുപോവുകയാണെങ്കിൽ അത് പാറകൾ തമ്മിൽ ഞെരിക്കുന്നതിന് കാരണമാകാം. ഇത് പലപ്പോഴും പാറകൾ ഉരുകുന്നതിനും കാരണമാകും. ഇങ്ങനെ ഉരുകിയ പാറ പലപ്പോഴും ചുറ്റുപാടുമുള്ളവയേക്കാൾ സാന്ദ്രത കുറഞ്ഞവയായിരിക്കും. അതുമൂലം ഇവ ഉയർന്നു വരികയും മാഗ്മ ചേംബറിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യും. അപ്പോഴും ഇത് ഭൂമിയുടെ വളരെയധികം ഉള്ളിൽ തന്നെയായിരിക്കും. പതിയെ മാഗ്മ ചേംബറിൽ ഉയർന്ന തോതിൽ മാഗ്മ എത്തുകയും അവ സ്ഫോടനത്തോടെ പുറത്തേക്ക് വരികയും ചെയ്യും. എന്നാൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇതുപോലെ കൂടുതൽ കൗതുകകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.